ഡയറ്റിങ്ങിലാണെന്ന് കരുതി പുഡിംഗ് കഴിക്കാനുള്ള കൊതി മാറ്റിവെക്കേണ്ട. ഇന്ന് നിങ്ങൾക്കായിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നോ ഷുഗർ ചിയ സീഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. വെയിറ്റ് ലോസിന് പെർഫെക്റ്റ് ആണ്, അതുപോലെ ഉണ്ടാക്കാനും ഈസിയാണ്. ഈ ഒരു പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനൊരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 10 ആൽമണ്ട്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 8 കാഷ്യൂസ് ചേർക്കാം. ഒരു 6 പിസ്ത, 6 7 ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 6 ഡേറ്റ്സ് അതിൻ്റെ കുരു കളഞ്ഞ് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 3 വാൾനട്ട് ചെറുതായിട്ട് പീസാക്കി ഇട്ടിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഒരു ഡ്രൈഡ് ഫിഗും ചെറിയ പീസായിട്ട് മുറിച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വാൾനട്ടും ഫിഗും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ലോ ഫാറ്റ് മിൽക്കാണ്. ഒരു 250 മില്ലി പാലാണ് ഞാൻ എടുക്കുന്നത്. സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 6 പേർക്ക് സെർവ് ചെയ്യുന്ന കണക്കിനുള്ള പുഡിങ്ങാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചോളുക. 6 പേർക്ക് സെർവ് ചെയ്യാനുള്ള കണക്കിനുള്ള പുഡിങ്ങാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഇതിന് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഏലക്കയുടെ ആ ഒരു തരിയും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്കിതിനെ അടച്ച് ഒരു 10 മിനിറ്റ് സമയത്തേക്ക് സോക്ക് ചെയ്യാനായിട്ട് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് എടുത്ത് നോക്കാം. അതിനുശേഷം നമുക്കൊരു ബ്ലെൻഡറിലോ മിക്സിയുടെ ജാറിലോ ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിലുള്ളത് മുഴുവനായിട്ടും നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. 50 ഗ്രാം ചിയ സീഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ടേബിൾ സ്പൂൺ കണക്കിനാണെങ്കിൽ 4 ടേബിൾ സ്പൂൺ ചിയ സീഡാണ്. ഈ ചിയ സീഡ് ഞാനൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ അരച്ചെടുത്ത നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഡ്രൈ ഫ്രൂട്ടും പാലും ആയിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിനെ ഉടനെ തന്നെ സ്പൂൺ വെച്ചിട്ട് ഒരു 20 സെക്കൻഡ് നേരത്തേക്ക് ഒരേ ഡയറക്ഷനിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലംസ് ഉണ്ടാവും ഇതിൽ ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ലംസൊക്കെ ഉണ്ടോ എന്നൊന്ന് നന്നായിട്ട് ചെക്ക് ചെയ്ത് സൈഡിലൊക്കെ ഒന്ന് നന്നായിട്ട് ആ ലംസൊക്കെ ഒന്ന് മാറ്റി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഏകദേശം ഒരു 20 മിനിറ്റ് സമയത്തോളം അടച്ച് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒന്ന് വെച്ചേക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട. 20 മിനിറ്റ് നേരത്തേക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്കിതിനെ ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഞാൻ എടുത്ത് നോക്കുമ്പോൾ നമ്മളുടെ പുഡിംഗ് ഈ ഒരു രീതിയിലാണുള്ളത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തിക്നെസ് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ലംസ് ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കട്ട പിടിച്ചിട്ടുണ്ടോ, ചെറിയ ഉരുളകളായിട്ട് ഇങ്ങനെ ഉണ്ടോ എന്നൊന്ന് നോക്കുക. എന്നിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് പരത്തി ഒന്ന് വെച്ചതിന് ശേഷം തിക്നെസ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ തന്നെ മതി. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ അടച്ച് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് സൂക്ഷിക്കുക. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ തന്നെ അതിനെ 1 മണിക്കൂറായി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. നന്നായിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ 1 മണിക്കൂറിന് ശേഷം ഞാൻ ആ പുഡിംഗ് എടുത്തു നമ്മളൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി. അതിന് മുകളിലേക്ക് ചോപ്പ് ചെയ്ത കുറച്ച് നട്ട്സ് കൂടെ ചേർത്തിട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തു. കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ആ മൈൽഡായിട്ടുള്ള ഒരു മധുരമേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ നാച്ചുറലായിട്ട് ആ ഒരു ഡേറ്റ്സിൻ്റെയും ഫിഗിൻ്റെയും ഒക്കെ ഒരു മധുരം മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ മധുരം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുക. വീണ്ടും നമുക്കിതുപോലുള്ള റെസിപ്പികളുമായിട്ട് കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.